മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് കലാഭവൻ മണി. മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ അദ്ദേഹം തൻ്റെ അഭിനയ മികവ് കൊണ്ട് ഇന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ നിലനിൽക്കുന്നു. കലാഭവൻ മണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂക്ക ഈ അടുത്ത കാലത്ത് ഒരു വേദിയിൽ പറയുകയുണ്ടായി. ഇത്ര പെട്ടെന്ന് പോകേണ്ട ആളല്ല, കാലം തട്ടിത്തെറിപ്പിച്ചു കൊണ്ടുപോയതാണ് മലയാളികളുടെ കയ്യിൽ നിന്നും ദൈവം അദ്ദേഹത്തെ. വഴക്കു പറയുമ്പോൾ തലകുനിച്ച് നിൽക്കുന്ന മണിയുടെ ചിത്രം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നു. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനെ വിളിച്ച് ശാസിക്കാനുള്ള അധികാരം മണി എനിക്ക് നൽകിയിരുന്നു. മണിയെ ആദ്യം കണ്ട നാൾ അത്ലറ്റ് കാൾ ലൂയിസിനെയാണ് ഓർമ്മ വന്നതെന്നും അയാളുടെ ശരീരഭാഷയ്ക്ക് വേഗവും ദൂരവും താണ്ടുന്ന ആ കായിക താരത്തിനോട് ഒരുപാട് സാമ്യമുണ്ടായിരുന്നുവെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. കാൾ ലൂയിസിനെ പോലെയുള്ളയാൾ എന്നാണ് താൻ വീട്ടിൽ പറഞ്ഞിരുന്നതെന്നും മമ്മൂക്ക ഓർമ്മിച്ചെടുത്തു. അവസാന കാലത്ത് ക്ഷീണിതനായി കണ്ടപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. ഇല്ല മമ്മൂക്ക, താൻ പുതിയ പടത്തിനുള്ള ഷൂട്ടിങ്ങിന് വേണ്ടി ഡയറ്റിലാണ് എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നത് അദ്ദേഹം ഇപ്പോഴും ഓർത്തെടുത്തു. കലാഭവൻ മണി ഇത്ര പെട്ടെന്ന് പോകേണ്ട ആളല്ല, കാലം തട്ടിത്തെറിപ്പിച്ചു കൊണ്ടുപോയി. നമുക്ക് കാണികളായി നോക്കി നിൽക്കാനേ കഴിയുകയുള്ളൂ. ആൾക്കൂട്ടങ്ങളെ ആവേശം കൊള്ളിക്കും വിധം നാടൻ പാട്ടുകൾ പാടി രസിപ്പിക്കുന്നതിലും കലാഭവൻ മണിക്ക് വ്യക്തമായൊരു പങ്ക് തന്നെയാണുള്ളതെന്നും ഒരുപാട് നാടൻ പാട്ടുകളെ കലാഭവൻ മണി കണ്ടെത്തിയിട്ടുണ്ടെന്നും സ്വന്തമായ ഒരു ഗായക ട്രൂപ്പ് തന്നെ കലാഭവൻ മണിക്കുണ്ടെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. വിദേശ രാജ്യങ്ങളിൽ പോലും മലയാളം അറിയാത്തവർ മണിയുടെ നാടൻ പാട്ട് കേട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോകൾ നിങ്ങളെപ്പോലെ ഞാനും കണ്ട് ആസ്വദിച്ചതാണ്. മറുമലർച്ചി എന്ന തമിഴ് സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന സമയം വടിവേലുവിന് അതിനൊരു റോളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചില അസൗകര്യമുള്ളത് കൊണ്ട് പകരത്തിനൊരാളെ തപ്പിയപ്പോൾ അവസാന അന്വേഷണം എൻ്റെ അടുക്കലെത്തി. അങ്ങനെ ഞാൻ മണിയുടെ പേര് നിർദ്ദേശിക്കുകയും അവർ കലാഭവൻ മണിയെ ബന്ധപ്പെടുകയും ചെയ്തു. അപ്പോൾ കലാഭവൻ മണി ആ സമയം പല ഒഴിവുകൾ പറഞ്ഞ് നിരസിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഞാൻ ആ കോൾ വാങ്ങി, ഞാനാണ്, മമ്മൂക്കയാണ്, നീ വരണം, ഉടനെ എത്തണം എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം സെറ്റിലെത്തി. മറുമലർച്ചയിൽ തെങ്ങ് കയറുന്ന ഒരു രംഗമുണ്ടായിരുന്നു. സല്ലാപത്തിലൊക്കെ തെങ്ങ് കയറ്റം കണ്ട് എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല. പക്ഷേ തമിഴർ ആ രംഗം കണ്ട് അത്ഭുതപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. സെറ്റിൽ വെച്ച് കലാഭവൻ മണിക്ക് ഒരു അപകടവും സംഭവിക്കുകയുണ്ടായി. തെങ്ങിൽ നിന്ന് വീഴുന്ന ഒരു രംഗവും അതുവഴി കാലുളുക്കുകയും ചെയ്തിരുന്നു. ഒരാഴ്ച ഡോക്ടർമാർ റെസ്റ്റ് പറഞ്ഞ കലാഭവൻ മണി അതൊന്നും വകവയ്ക്കാതെ അഭിനയം തുടർന്നു. അതായിരുന്നു തോൽക്കാൻ മനസ്സില്ലാത്തവൻ കലാഭവൻ മണി എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു.